10ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് വരാൻ 100% സാധ്യതയുള്ള ഒരു ചോദ്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് 100% സാധ്യതയുള്ള ഒരു ചോദ്യം അല്ലേ. 100% എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം സാധ്യതയുടെ പ്രസക്തി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യവുമായിട്ടാണ് സാറിപ്പോൾ വന്നിരിക്കുന്നത്. ഉപന്യാസം തയ്യാറാക്കൽ അല്ലേ. എപ്പോഴും നമുക്ക് പ്രശ്നമാകുന്ന 1-2 ചോദ്യങ്ങളാണ്. ഒന്ന് ഉപന്യാസം തയ്യാറാക്കുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നത് മനസ്സിലാവാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോവുകയും മാർക്ക് കുറയുകയൊക്കെ ചെയ്തവരാണ് നമ്മൾ അല്ലേ. അങ്ങനെ വരുമ്പോൾ കൃത്യമായി ശാസ്ത്രീയമായി നമുക്ക് ഒരു ചോദ്യത്തിനെ നേരിടാൻ കഴിയുമ്പോഴാണ് അതിന് മുഴുവൻ മാർക്കും പ്രതീക്ഷിക്കാവുന്നത് അല്ലേ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ശീർഷകം നിർബന്ധമാണ്. ഓർത്ത് വെക്കണം, അതും സൈഡ് ശീർഷകമല്ല. നിങ്ങളുടെ ഒരു പേപ്പറിൻ്റെ ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ശീർഷകം വരണം. സെൻറ്റർ ബാനർ ഹെഡ്ലൈൻ ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാനർ ഹെഡ്ലൈൻ ആയിരിക്കണം. ശീർഷകത്തിന് എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല മികവുറ്റ ഒരു ശീർഷകം കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ്, അതായത് ആ ശീർഷകം വായിക്കുന്നതോടെ നിങ്ങൾ എന്താണ് എഴുതി വെച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പൊതുധാരണ വായിക്കുന്നവനുണ്ടാവണം. അതാണ് ശീർഷകത്തിൻ്റെ പ്രത്യേകത അല്ലേ. എപ്പോഴും ശീർഷകം വായിച്ച് നമുക്ക് ബാക്കിയുള്ളത് കൂടെ വായിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാകണം. അപ്പോഴാണ് ശീർഷകം മികവുറ്റതാകുന്നത് അല്ലേ. അപ്പം മികവുറ്റ ഒരു ശീർഷകം, ആ ശീർഷകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ചെറുതും ആകർഷണീയവുമായിരിക്കണം. ഒരുപാട് ഒരു പാരഗ്രാഫുള്ള ഹെഡ്ലൈൻ എഴുതി വെക്കരുത്, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നീളുന്ന ശീർഷകം എഴുതി വെക്കരുത്. ചെറുതും ആകർഷണീയവുമായ ശീർഷകം എഴുതണം, മറക്കരുത്. ഇനി ഉപക്രമം എന്നുദ്ദേശിച്ചത് എന്താണ്? പാഠഭാഗത്തെക്കുറിച്ചുള്ള ഒരു ആമുഖം എഴുതുമ്പോൾ അതിൻ്റെ തുടക്കം എങ്ങനെ വരണം എന്നുള്ളതാണ്. അത് ഞാൻ ഒരു ഉപന്യാസം, നമുക്ക് 2 ഉപന്യാസം കാണാനുണ്ട്, അത് പറയുമ്പോൾ പറയാം. ആ ഉപക്രമത്തിൻ്റെ മറ്റൊരു പേരാണ് മക്കളെ ആമുഖം കേട്ടോ. ആമുഖം തന്നെയാണ് ഉപക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നവർ. അപ്പം എങ്ങനെയാണ് നമ്മൾ എന്തെഴുതുക? ആമുഖം എഴുതുക, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എഴുതുക. അത് നമ്മൾ അടുത്ത സെഷനിൽ, അതായത് നമ്മൾ അടുത്ത 2 പ്രധാനപ്പെട്ട 2 ചോദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമുക്കത് പറയാം. ഇനി ഖണ്ഡിക തയ്യാറാക്കണം, അഥവാ പാരഗ്രാഫ് തിരിക്കണം, ഖണ്ഡികാകരണം. ഓർത്ത് വെക്കണം മക്കൾക്ക്, നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആരാണോ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അവരുടെ കയ്യിൽ കൊടുക്കുന്ന വാല്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ പ്രധാനമായി അവർ കാണുന്ന ഒരു പോയിൻ്റാണ് ഖണ്ഡികാകരണം അഥവാ പാരഗ്രാഫ് തിരിക്കൽ. 3 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ ഉപന്യാസത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പൂർണ്ണമായൊരു ഉപന്യാസം എന്ന് പറയാൻ കഴിയും. മിനിമം 3 പാരഗ്രാഫ് എങ്കിലും വേണം. അത് ഒരു പുറത്തിൽ കവിയാതെ എന്നാണ് നിങ്ങൾക്ക് ഉപന്യാസം വരിക അല്ലേ. അപ്പോൾ ആ ഒരു പുറത്തിനെ എന്താക്കണം, 3 പാരഗ്രാഫിലാക്കിയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി വിഷയത്തിൻ്റെ സാമൂഹ്യ പ്രസക്തി, സമകാലിക പ്രസക്തി. ഉപന്യാസത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഘടകമാണ് വിഷയത്തിൻ്റെ സാമൂഹ്യ, അതായത് എന്തെങ്കിലും ഒരു സാമൂഹിക പ്രസക്തി ഉണ്ടാവുമല്ലോ നമ്മുടെ ചോദ്യത്തിന്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ പോകുന്നൊരു ചോദ്യമുണ്ട്, ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ സമകാലിക പ്രസക്തി എന്താണ്? സാമൂഹ്യ പ്രസക്തിയുണ്ട്. അദ്ദേഹം ഒരു കാലത്ത് സമൂഹത്തിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ചൊരു വ്യക്തിയാണ്. സാമൂഹ്യ പ്രസക്തിയാണത്. സമകാലിക പ്രസക്തിയാണെന്ത്? അന്ന് അദ്ദേഹം എന്തിനെ എതിർത്തുവോ അത് ഇന്നുമുണ്ട്. മനസ്സിലായ മക്കൾക്ക്? അദ്ദേഹം എന്തിനാണോ എതിർത്തത് അത് ഇന്നുമുണ്ട്. അതിനെയാണ് നമ്മൾ സമകാലിക പ്രസക്തി എന്ന് പറയുക. അപ്പോൾ സാമൂഹ്യ പ്രസക്തിയും സമകാലിക പ്രസക്തിയും ഉണ്ടാകണം. ഇനിയോ വസ്തുതകൾ, വസ്തുനിഷ്ഠമായിരിക്കണം ഉപന്യാസം. നിങ്ങളുടെ ഭാവനയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല അല്ലേ. പണ്ട് അമീബ ഇരപിടിക്കാനൊക്കെ പോയത് നമ്മൾ ഭാവനാത്മകമായിട്ട് എഴുതിയിരുന്നല്ലോ. അത്തരം ഭാവനകൾക്കൊന്നും ഉപന്യാസത്തിൽ സ്ഥാനമില്ല. വസ്തുനിഷ്ഠമായിട്ടാണ് എഴുതേണ്ടത്, മറന്നു പോകരുത്. തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്ന ഉത്തരമായിരിക്കണം. ശാസ്ത്രീയ കാര്യങ്ങളുണ്ടെങ്കിൽ അവ എഴുതണം. ഏതെങ്കിലും ഉപന്യാസം സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതുകൂടി നിങ്ങൾ ചേർക്കേണ്ടതുണ്ട്. പിന്നെ മഹത് വചനങ്ങൾ
ആരുടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ ചോദ്യത്തിനോട് ചേർത്ത് വെക്കാവുന്ന മഹാന്മാരുടെ വാക്കുകളോ കവിതാ ശകലങ്ങളോ, അതും കൂടെ പറയുന്നുണ്ട്, കവിതാ ശകലങ്ങൾ, ഏതെങ്കിലും കവിതാ ശകലങ്ങൾ. ഇപ്പോൾ ശ്രീനാരായണ ഗുരു എന്നെ ചോദിച്ചാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ വരികളോട് ചേർത്ത് വെക്കാവുന്ന വരി കുമാരനാശാൻ്റേതിൻ്റെ നരന് നരൻ അശുദ്ധ വസ്തു പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണു പോലും, നരകം ഇവിടമാണ് എന്ന് പറഞ്ഞിരുന്ന കുമാരനാശാൻ്റെ വരികളുണ്ട്. അത് നിങ്ങൾ 9ൽ പഠിച്ചതാണ്. അത് ചേർത്ത് വെക്കാം. പറഞ്ഞാൽ മനസ്സിലായ മക്കൾക്ക്? ഉപന്യാസം എഴുതുന്ന സമയത്ത് നമുക്ക് കൃത്യമായി കവിതാ ശകലങ്ങളോ മഹാന്മാരുടെ വാക്കുകളോ ഉണ്ടെങ്കിൽ അത് ചേർത്ത് വെക്കണം. പിന്നെ ഉപസംഹാരം വേണം, കൺക്ലൂഷൻ പാർട്ട് നിർബന്ധമായി നിങ്ങൾ എഴുതിയിരിക്കുന്ന 2 പാരഗ്രാഫ് ആശയത്തിൻ്റെയും ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവരെയും കുറിച്ചുള്ള ഒരു സമ്മറി ആയിരിക്കണം. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ സമ്മറിയാണ് നിങ്ങൾ ഉപസംഹാരമാക്കി എഴുതേണ്ടത്. ഇത്രയും പോയിന്റുകളിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു ഉപന്യാസം എഴുതുമ്പോഴാണ് മക്കളെ നിങ്ങളെ ഉപന്യാസമാകുന്നത്. എന്തെങ്കിലും വാരി വലിച്ച് എഴുതിയിട്ട് കാര്യമില്ല. ഒരു പുറത്തിൽ കവിയാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറം കഴിഞ്ഞില്ല നിങ്ങൾ തോന്നുന്ന മാക്സിമം 1.25 പുറം, അതിലപ്പുറത്തേക്ക് എഴുതണ്ട. നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഉപന്യാസമൊക്കെ അറിയുന്നതാണ്. നേരത്തെ ആദ്യം അത് എഴുതും. ആദ്യം തന്നെ വലിയ ഹെഡിങ്ങൊക്കെ കൊടുത്ത് ഒരു 6 പേജ് എഴുതി വെക്കും. പിന്നെ നിങ്ങൾക്ക് അടുത്ത 6 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ 1ഓ 2ഓ ചോദ്യം ഒഴിവാക്കി പോരേണ്ടി വരും. അങ്ങനെ ഒഴിവാക്കി പോന്നിട്ട് മക്കൾ ഇനി എങ്ങനെയൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് A+ ലഭിക്കില്ല. 4 മാർക്കിൻ്റെ 2 ചോദ്യം ഒഴിവാക്കിയാൽ പിന്നെ 40ൽ 32 മാർക്കാണ്. 32 A+ പോവില്ല. മനസ്സിലായ മക്കൾക്ക്? അപ്പോൾ ഉപന്യാസം എഴുതുമ്പോഴും ഉപന്യാസം അതുപോലെ ആസ്വാദനം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ നീണ്ടുപോകാൻ സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് സാർ എന്ത് പറയുന്നത്, കൃത്യമായി പറയുന്നത് ഒരു പുറം എന്നുള്ളത് മാക്സിമം നിങ്ങൾ 1.25 പുറത്തിനുള്ളിൽ ഒതുക്കണം. മറന്നു പോകരുത്. ഇതാണ്. ഇനി നമുക്ക് 2 ഉപന്യാസം കാണാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളുടെ സമകാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് ശ്രീനാരായണ ഗുരു ചിന്തകൾ എന്തായി? ചെറുതായി ആകർഷണീയമായി. അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ചിന്തയുടെ സമകാലിക പ്രസക്തി, അതും വലിയ വലിപ്പമില്ലാത്ത ചെറുതാണ്. അങ്ങനെയുള്ള ആകർഷണീയമായ തലക്കെട്ട് കൊടുത്തു. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? നോക്ക്, ഇതിലേക്ക് നോക്ക്. ചെറുതും ആകർഷണീയമായി എഴുതി ആമുഖം. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ആ പാഠഭാഗത്തെ അധകൃത വർഗോദ്ധാരണം എന്ന മഹാകാര്യങ്ങളിലൂടെ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഉൽപ്പതിഷ്ണുവും കർമ്മയോഗിയുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തന മണ്ഡലം വിലയിരുത്തുന്ന പാഠഭാഗമാണ് ശ്രീനാരായണ ഗുരു എന്ന പാഠഭാഗം. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ കർമ്മമണ്ഡലങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് കൃത്യമായിട്ട് എഴുതുക. ആ ഒരു ഇൻട്രൊഡക്ഷന് ശേഷം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ നമുക്കറിയാം. ജ്ഞാനവും കർമ്മവും ഒരുമിച്ച് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതാവസാനം വരെ കർമ്മയോഗിയായിരുന്നു. എല്ലാവരും സ്വന്തം മോക്ഷത്തിന് വേണ്ടി സന്യസിച്ചപ്പോൾ അദ്ദേഹം സ്വന്തം മോക്ഷം എന്നൊരു പദത്തിനെ പ്രാധാന്യം കൊടുക്കാതെ ഒരു സമൂഹത്തിൻ്റെ ഉന്നമനമാണ് തൻ്റെ കർമ്മമെന്ന് കൃത്യമായി ധരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അല്ലേ? അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം ചെയ്തു. ജാതി പിശാചിനെ ഉച്ചാരണം ചെയ്തു, മനുഷ്യനെ മനുഷ്യത്വം പഠിപ്പിച്ചു. അല്ലേ? മനുഷ്യത്വം എന്ന് ആദ്യം കേരളക്കരയിൽ മുഴങ്ങിയ ശബ്ദം ശ്രീനാരായണ ഗുരുവിൻ്റെ ശബ്ദമാണ്. മനുഷ്യനൊരു മതമേ ഉള്ളൂ, അത് മനുഷ്യത്വമായിരിക്കണം അവൻ്റെ മതം എന്ന് പറയുന്ന ആദ്യത്തെ കർമ്മയോഗി അദ്ദേഹമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കൂടെ എഴുതുക. പിന്നെ ചട്ടമ്പി സ്വാമികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം നിങ്ങൾക്ക് അറിയുമെങ്കിൽ എഴുതുക. ഇങ്ങനെയൊക്കെ എഴുതി അതിനുശേഷം നമുക്ക് കവിതാ ശകലങ്ങൾ വെക്കാം. അല്ലേ? അദ്ദേഹത്തെ പിന്തുടർന്ന് വന്ന കുമാരനാശാനും തികഞ്ഞ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പ്രതികരിച്ച കവിയാണ്. അദ്ദേഹത്തിൻ്റെ അപ്രധാനമായ കവിതകളിൽ പോലും ജാതി ചിന്തയെക്കുറിച്ചുള്ള പ്രഖ്യാപനമുണ്ടായിരുന്നു. അല്ലേ? ജാതി മധ്യരാന്തർ തമ്മിൽ അടിച്ചന്തപ്പെടും, തനയനെന്തിനെ സ്വരാജ്യം എന്ന് ആദ്യം ചോദിച്ച കവികളിലൊരാൾ കുമാരനാശാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതാശകലങ്ങളോ മറ്റാരുടെയെങ്കിലും അല്ലേ, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറയാനുണ്ടായ പ്രധാന കാരണം ജാതി ചിന്തയാണ്. നമ്മൾ ജാതീയപരമായി പരസ്പരം വെട്ടിമരിക്കുന്നത് കണ്ടപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ മഹത് വചനങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നല്ല ഒരു ഉപന്യാസമായിരിക്കണം ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്ത. ഇത് നിങ്ങൾക്ക്
90% അടുത്ത പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യമാണ്. അതെന്തൊക്കെ എഴുതണം എന്നുള്ളത് നമ്മൾ ലൈവ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി പ്ലാവില കഞ്ഞി എന്ന പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ എന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ? അതേ എക്കാലത്തും സമൂഹത്തിലുള്ള ഒന്നാണോ? പാഠഭാഗം വിലയിരുത്തി വേണം പുതിയൊരു കാർഷിക നിയമം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇതും സാധ്യതാ പട്ടികയിലുള്ള ചോദ്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഡൽഹിയിൽ കർഷകർ ഒന്നടങ്കം സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമകാലിക ചിന്തകളാണ്. കേരളത്തിൽ 2016-24 എടുത്തു കഴിഞ്ഞാൽ 39-40 കർഷകർ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ്. ഇങ്ങനെ വരുമ്പോഴും നമ്മൾ നേരത്തെ തന്ന ആ ഒരു പാറ്റേണിൽ വേണം എൻ്റെ കുഞ്ഞുങ്ങളെ എഴുതാൻ. അപ്പം ഉപന്യാസം ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ ആണോ? ഓക്കെ മക്കളെ.